ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയുടെ കാലഘട്ടമാണ്. പല മക്കളും ഒത്തിരി ടെൻഷൻ അടിച്ച് പല ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുക, അച്ഛാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, പഠിച്ചിട്ട് കിട്ടണില്ല, ഓർമ്മയിൽ നിൽക്കണില്ല, മറന്നു പോവുക, പരീക്ഷയുടെ സമയത്ത് എന്ത് എഴുതി വയ്ക്കും അറിയാൻ പാടില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കളിങ്ങനെ ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും ഞാൻ പറയും, കർത്താവ് കാത്തോളും, മക്കൾ പഠിക്ക്, കിട്ടും, വിഷമിക്കണ്ട. എത്ര പറഞ്ഞാലും ടെൻഷനാണ്. 10ാം ക്ലാസ് പ്ലസ് 2 മക്കൾക്ക് ടെൻഷൻ, മാതാപിതാക്കൾക്ക് ടെൻഷൻ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളോടും ഞാനിന്ന് സംസാരിക്കുക കേട്ടോ. പരീക്ഷയെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടാതെ, ആകുലപ്പെടാതെ പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. നമ്മെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം മാക്സിമം നന്നായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ ദൈവത്തിന് കൊടുക്കുക കേട്ടോ. താൻ പാതി ദൈവം പാതി എന്ന് പറയണ പോലെ ബാക്കിയൊക്കെ ദൈവത്തിന് കൊടുക്കുക, ദൈവം നടത്തി തരും. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പേടിക്കല്ല വേണ്ടേ. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എപ്പോഴും ഫോൺ വിളിയാണ്, അച്ഛാ പ്രാർത്ഥിക്കണം അച്ഛാ, പരീക്ഷ വരാണ് അച്ഛാ, പേടിയാണ് അച്ഛാ, എന്ത് ചെയ്യുക അച്ഛാ, ഓർത്തിരിക്കണില്ല അച്ഛാ, മറന്നു പോവുക, ഓർമ്മ കിട്ടണില്ല, ചിലത് മനസ്സിലാവണില്ല, എന്ത് എഴുതി വയ്ക്കും അറിയാൻ പാടില്ല. ഒത്തിരി ആകുലതകളാണ് എല്ലാവർക്കും. അത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഭയങ്കര ആകുലതകളാണ്. ഞാൻ അവരോടൊന്ന് സംസാരിക്കാം. പറ്റുമെങ്കിൽ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് പഠിക്കാനിരിക്കുക. പഠിക്ക്. ചിലപ്പോൾ ഓർമ്മ കിട്ടിയില്ലെങ്കിലും പരീക്ഷാ സമയത്ത് അത് ഓർമ്മ കിട്ടിക്കോളും കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പോകണം, നന്നായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. നമ്മളറിയുന്നൊരു ദൈവം നമ്മുടെ കൂടെയുള്ള ആ ദൈവം നമ്മളെ സഹായിക്കും കേട്ടോ. എന്തെല്ലാം സങ്കടങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് മാക്സിമം ട്രൈ ചെയ്ത് പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം കേട്ടോ, മാക്സിമം ട്രൈ ചെയ്ത് പഠിക്കുക. അത് അലമ്പി നടന്നിട്ട് അവസാനം ദൈവമേ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പറ്റുമെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജ്ഞാനത്താൽ നിറയാൻ പ്രാർത്ഥിക്കുക. ഒരു ചെറിയ പ്രാർത്ഥന അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുക. ഈ നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. കർത്താവേ, എന്നെ ജ്ഞാനം കൊണ്ട് നിറച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷ നന്നായിട്ട് എഴുതുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെ ജ്ഞാനം കൊണ്ട് നിറച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് ഒരു നന്മ നിറഞ്ഞ അറിവ് ചെല്ലുക. ഒരു പിതാവിനും പുത്രനെ എത്തിക്കുക. എന്നിട്ട് പഠിക്കാതിരിക്കുക. എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ഇതന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ, ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ജ്ഞാനം കൊണ്ട് എന്നെ നിറച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുവാനും നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുക. ഈ പ്രാർത്ഥന എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. വളരെ ചെറിയൊരു പ്രാർത്ഥന, വളരെ ചെറിയൊരു പ്രാർത്ഥന. നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാകില്ല എല്ലാം കൂടി ഓർത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഈ ചെറിയൊരു പ്രാർത്ഥന കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ, നിൻ്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പലരും എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് ചൊല്ലാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാമെന്നു. ഞാൻ വളരെ ചെറിയൊരു പ്രാർത്ഥന ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥന. അപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയണമെന്ന്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സങ്കീർത്തനമല്ല, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം, നമുക്കറിയാലോ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണിത് കേട്ടോ. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ആ വചനം, കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം 4-ാം തിരുവചനം, ആ വചനം കാണാപ്പാഠം പഠിക്കണം കേട്ടോ. ആ വചനം വളരെ ശക്തിയുള്ളൊരു വചനമാണ്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത്. ആ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒത്തിരി അഭിഷേകവും ഒത്തിരി അനുഗ്രഹവും ഒത്തിരി കൃപകളും അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. 2ാമത്തെ വചനം ഓർത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട 2ാമത്തെ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം 10-ാം തിരുവചനം, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ, അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ആ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ ശക്തിയുള്ളൊരു വചനമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ
നമുക്ക് പറ്റും. അടുത്തൊരു വചനം കൂടിയുണ്ട്, ആ വചനം കൂടി ഓർത്തിരിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം തിരുവചനം. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ഈ 3 വചനങ്ങൾ ഒന്ന് കാണപ്പെടാൻ പഠിക്കണം. 3 വചനങ്ങൾ ഒന്ന് കാണപ്പെടാൻ പഠിക്കണം. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ചിലപ്പോൾ 12 വചനങ്ങളുണ്ട്. ആ 12 വചനങ്ങൾ ചിലപ്പോൾ കാണപ്പാടം പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ 3 വചനങ്ങൾ ഒന്ന് കാണപ്പാടം പഠിക്കണമെന്ന് പറയാം. 3 വചനങ്ങൾ കാണപ്പാടം പഠിക്കണം. ഏതൊക്കെ വചനങ്ങളാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം തിരുവചനം. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. 2-ാമത്തെ തിരുവചനം 6-ാം തിരുവചനം. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിൽ അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. 3-ാമത്തേത് 10-ാം തിരുവചനം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ, അവൾ എന്നോട് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഈ 3 വചനങ്ങൾ കാണപ്പെടാൻ പഠിക്കുക. 3 വചനങ്ങൾ കാണപ്പെടാൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വചനമെങ്കിലും നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ എഴുതി വെച്ച് പഠിക്കുന്നതിന് മുമ്പ് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങയുടെ ജ്ഞാനം എനിക്ക് നൽകണമേ, നന്നായിട്ട് പഠിക്കാൻ, പഠിച്ചത് ഓർത്തിരുന്ന് പരീക്ഷയ്ക്ക് എഴുതുവാൻ, നല്ല മാർക്കോട് കൂടി പാസ്സാകുവാൻ എന്നെ സഹായിക്കണമേ. ഒരു നന്മ നിറഞ്ഞ പറയുമേ, ഒരു പരിശുദ്ധ പറയുമേ. ആ വചനം പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. 4-ാം തിരുവചനം പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോട് കൂടി പാസ്സാകുവാൻ എന്നെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലുക. പരിശുദ്ധ പറയുമ്പോൾ ചൊല്ലുക. പിതാവിനെ പുത്രനെ എത്തിക്കുക. പഠിക്കാതിരിക്കുക. പരീക്ഷയ്ക്കാണെങ്കിലും പരീക്ഷയ്ക്ക് മുൻപാണെങ്കിലും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഇരിക്കാൻ. കേട്ടോ? പഠിക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പരീക്ഷയെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കുകയല്ല വേണ്ടേ. പരീക്ഷയിൽ കർത്താവിനോട് ചേർന്നിരുന്ന് പഠിക്കുകയാണ് വേണ്ടേ. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കൊള്ളൂടവേ. ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കേട്ടോ? എന്തൊക്കെയാലും പരീക്ഷ എഴുതണം, എന്തൊക്കെയാലും പരീക്ഷ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ പിന്നെ പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. മാക്സിമം ട്രൈ ചെയ്യും. ഇനിയുള്ള സമയം അയ്യോ ഒത്തിരി പഠിക്കാണ്ടച്ചാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കില്ലേന്ന്. ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നതോടെ എന്താ കുഴപ്പമെന്നറിയോ? നമുക്ക് പഠിച്ചത് ഓർത്തിരിക്കാനും പറ്റില്ല, പഠിച്ചത് എഴുതാനും പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക, വചനത്തെ ചേർത്ത് പിടിക്കുക. ഒരു വചനമെങ്കിലും നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിൽ എഴുതി വയ്ക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം തിരുവചനം. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ആ വചനം എഴുതി വയ്ക്കുക. എന്നിട്ട് ആ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ 4-ാം വചനം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുവാൻ, നല്ല മാർക്കോട് കൂടി പാസ്സാകുവാൻ എന്നെ സഹായിക്കണമേ. ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുക. പരിശുദ്ധം പറയുമ്പോൾ ചൊല്ലുക. പിതാവിൻ്റെ പുത്രനെ എത്തിക്കുക. പഠിക്കാതിരിക്കുക. പരീക്ഷയാണെങ്കിലും അങ്ങനെ തന്നെ. കേട്ടോ? ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്കിരിക്കുക. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും, ഒത്തിരി കൃപയുണ്ടാകും. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് പഠിക്കുക. എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും. കേട്ടോ? ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഒത്തിരി മക്കൾ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കാൻ, അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും വിളിച്ച് പറയുന്നുണ്ട്, ടൈം ടേബിളുകൾ തരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കേട്ടോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കുക. കർത്താവേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ, നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നന്മ നിറഞ്ഞ പറയുമേ, ഒരു പരിശുദ്ധ പറയുമേ, പിതാവിനെ പുത്രനെ എത്തിക്കുക. പരീക്ഷ എഴുതുക. അതുപോലെ പഠിക്കാനിരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുക. ദൈവം അനുഗ്രഹിച്ചോളും. കേട്ടോ? ജ്ഞാനം തമ്പുരാൻ തന്നോളും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടായിക്കോളും. നമുക്ക് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഓരോ മക്കളെയും ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ടെൻഷനാണ് കർത്താവേ. പഠിച്ചത് ഓർത്തിരിക്കുന്നില്ല, പഠിച്ച് തീരാമെന്നൊരു സംശയം, ഒത്തിരി ആകുലതകൾ മക്കൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. ദൈവമേ, പഠിക്കുന്ന ഓരോ മക്കളിലും നിൻ്റെ അഭിഷേകവും അനുഗ്രഹവും നീ ചൊരിയണേ കർത്താവേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ നിറയ്ക്കണേ കർത്താവേ. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച്, ജ്ഞാനത്തെ അയച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. നന്നായിട്ട് പഠിക്കാൻ, പഠിച്ചത് ഓർത്തിരിക്കുവാൻ, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുവാൻ, നല്ല മാർക്കോട് കൂടി ഓരോ മക്കളും പാസ്സാകുവാൻ നീ ഇടവരുത്തണേ കർത്താവേ. നിന്നോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണേ കർത്താവേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ
അപ്പ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കാരുണ്യവാനായ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ. പഠിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കട്ടെ. പഠിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ അഭിഷേകവും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ പഠനങ്ങളിൽ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടാകട്ടെ. ദൈവം കൂടെ വന്ന് നിങ്ങളെ പഠിപ്പിക്കുകയും പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കുവാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുവാനും നല്ല മാർക്കോട് കൂടി പാസ്സാകുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കട്ടെ. സ്ലേഹന്മാരിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ടാണ് പ്രാർത്ഥിക്കാവൂ കേട്ടോ. പഠിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണം. അല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ദൈവം തരും. അപ്പോൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും, ഒത്തിരി അത്ഭുതങ്ങളുണ്ടാവും. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തോടൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഗ്രഹം ഉണ്ടാവും. ആമേൻ.